പറഞ്ഞുകൊണ്ട് കലാപങ്ങൾ നടത്തിയ വർഗീയവാദികൾ അധികാരത്തിന് വേണ്ടിയിട്ട് പാവപ്പെട്ട രാജ്യങ്ങളുടെ മേൽ അക്രമങ്ങൾ അടിച്ചുവിടുന്നവരെവിടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിളിച്ചു ചോദിക്കുന്നു ലിമനിൽ മുൽക്കുൽ ഇന്ന് അധികാരമുള്ളത് ആർക്കാണടാ? ഇന്ന് അധികാരമുള്ളവൻ ആരാണടാ? അധികാരത്തിന്റെ പേരേതിലും പാതിരാത്രിയിലും ഏത് പുതിയവും നിയമവും നടപ്പിലാക്കാമെന്ന് കരുതുന്നവരെവിടെ? അധികാരം എന്റെ കാൽ കീഴിലായതുകൊണ്ട് ഏത് പാതിരാത്രിയും എന്തും നിരോധനവും നടപ്പിലാക്കാമെന്ന് കരുതിയിരിക്കുന്നവരെവിടെ? ലിമനിൽ മുൽക്കുൽ ഇന്ന് അധികാരമുള്ളതാർക്കാണടാ? ഇന്ന് അധികാരമുള്ളതാർക്കാണടാ? പാവപ്പെട്ട മുസ്ലിം രാജ്യങ്ങളുടെ മേൽ കോംപ്രമിസൈനുകൾ വർഷിപ്പിച്ചുകൊണ്ട് ആ രാജ്യങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നതായ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ അധികാരമുണ്ടോ? ഫലസ്തീൻ എന്ന രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ശ്രമങ്ങളും നടത്തും പരാജയപ്പെട്ടു മാളത്തിൽ ഒളിക്കേണ്ടി വരുന്നതായ ഇസ്രയേലിന്റെ ചാരചൂത സന്തതികൾക്ക് ഇന്ന് അധികാരമുണ്ടോ? ഇന്ത്യ രാജ്യത്തെ വർഗീയതയിലൂടെ പിടിച്ചടക്കാൻ ശ്രമിക്കുന്നതായ സംഘപരിവാർ വർഗീയ ഭരണകൂടത്തിന് അധികാരമുണ്ടോ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിളിച്ചു ചോദിക്കുകയാ ലിമനിൽ മുൽക്കുൽ ഇന്ന് അധികാരമുള്ളവൻ ആരാണടാ? ഇന്ന് അധികാരമുള്ളവൻ ആരാണടാ? ഫലസ്തീന്റെ തെരുവോരങ്ങളിലൂടെ നടന്നു നീങ്ങുമ്പോൾ തങ്ങളുടെ മുന്നിലേക്ക് വന്ന് വീഴുന്നതായ ഇസ്രയേലിന്റെ ചിക്കറൊട്ടിച്ച ബോംബ് മിസൈലുകൾ വെറും മൂലപ്പടക്കത്തിന്റെ രാഘവത്തോടുകൂടി കണ്ടുകൊണ്ട് വിശുദ്ധമായ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് കല്ലും കവണയും കയ്യിലേന്തിക്കൊണ്ട് ജൂതന്മാരുടെ ബോംബുകൾക്കും ടാങ്കുകൾക്കും വയലറ്റുകൾക്കുമെതിരെ അതിഭീകരമായ പോരാട്ടം നടത്തിയിട്ട് രക്തസാക്ഷിത്വം കൊതിക്കുന്നതായ ഫലസ്തീനിലെ ചുവക്കുട്ടികൾക്ക് ഒന്നെടുക്കാൻ ശ്രമിക്കുന്നതായ ഏരിയൽ ഷാരോണിനും അധികാരമുണ്ടോ? ബെഞ്ചമിൻ നെതന്യാഹുവിനും അധികാരമുണ്ടോ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിളിച്ചു ചോദിക്കുകയാ ലിമനിൽ മുൽക്കുൽ ആർക്കാണടായും അധികാരമുള്ളത്? ആർക്കാണടായും അധികാരമുള്ളത്? വൈറ്റ് ഹൗസിന്റെ അകത്തളങ്ങളിൽ നിന്നുകൊണ്ട് പിച്ചും പേയും പറഞ്ഞിട്ട് ദിവസങ്ങൾക്കുള്ളിൽ ഇസ്രയേലിന്റെ പന്തികളെ വിട്ടയച്ചില്ല എങ്കിൽ ഫലസ്തീൻ നരകമായി തീരുമെന്ന് പറയുന്ന ലോകങ്ങളുടെ ഏറ്റവും വലിയ പമ്പര വിദ്യയായ ഡൊണാൾഡ് ട്രംപിനും അധികാരമുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിളിച്ചു ചോദിക്കുകയാ ലിമനിൽ മുൽക്കുൽ ഇന്ന് അധികാരമുള്ളവൻ ആരാണടാ? ഇന്ന് അധികാരമുള്ളവൻ ആരാണടാ? ഈ രാജ്യത്തെ പാവപ്പെട്ട മുസ്ലിമുകളെ വിടുതലില്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് ഏക സിവിൽ കോഡ് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതായ വഖഫിന്റെ നിയമങ്ങൾ പരിഷ്കരിക്കാൻ ശ്രമിക്കുന്നതായ ഇവിടെ പൗരത്വ നിയമം കൊണ്ടുവരാൻ ശ്രമിക്കുന്നതായ ഈ രാജ്യങ്ങളുടെ ഏറ്റവും വലിയ വർഗീയ വിധ്വംസകശക്തിയായ സംഘപരിവാരം നേതൃത്വം കൊടുക്കുന്നതായ ഇന്ന് അധികാരത്തിന്റെ ചെങ്കോലും എഴുതിക്കൊണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ തലതൊട്ടപ്പനായിരിക്കുന്നതായ നരേന്ദ്രമോദിക്ക് അധികാരമുണ്ടോ? വിളിച്ചു ചോദിക്കുന്നു ലിമനിൽ മുൽക്കുൽ ഇന്ന് അധികാരമുള്ളവൻ ആരാണടാ? ഏതെങ്കിലും ഒരു അധികാരി എന്റെ മുമ്പിലൊന്ന് എഴുന്നേറ്റ് നിൽക്കട്ടെ. അധികാരമുള്ളവൻ എന്റെ മുമ്പിലൊന്ന് സംസാരിച്ചു കൊള്ളട്ടെ. അധികാരം തങ്ങളുടെ കയ്യിലായതിന്റെ പേരിൽ എന്ത് നിയമവും നടപ്പിലാക്കി മുസ്ലിമുകളെ കൂട്ടക്കശാപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നതായ തങ്ങൾക്കെതിരെ ശബ്ദിക്കുന്നതായ ചുണക്കുട്ടികളായ ആൺകുട്ടികളെ മുഴുവനും കള്ളക്കേസിൽ കുടുക്കി കൽത്തുറങ്കിലടയ്ക്കുന്നതായ ഇന്ത്യ രാജ്യത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൈമാറുന്നതായ അതേ ഇന്ത്യ രാജ്യങ്ങളുടെ ഏറ്റവും വലിയ ഭീകരവാദികൾക്ക് നേതൃത്വം കൊടുക്കുന്നതായ അമിത്ഷായ്ക്കും അധികാരമുണ്ടോ? ഇന്ന് അധികാരമുള്ളവൻ ആരാണടാ? ഉത്തർപ്രദേശിന്റെ സംസ്ഥാനങ്ങളില് ഇസ്ലാമിക സംസ്കാരം വിളിച്ചോതുന്നതായ പള്ളികളെയും മദ്രസകളെയും പ്രതീകങ്ങളെയും മുഴുവനെയും തച്ചതകത്ത് തരിപ്പണമാക്കി കളയുന്ന ഇസ്ലാമിനെ മുഴുവനും ഉച്ചോട് കുടിച്ചു മൂടുമെന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നതായ അധികാരത്തിന്റെ മേൽ എല്ലാ അക്രമങ്ങളും പടുത്തുയർത്തുന്നതായ യോഗി ആദിത്യനാഥിന് ഇന്ന് അധികാരമുണ്ടോ? ലിമനിൽ മുൽക്കുൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചോദിക്കുന്ന അധികാരമുള്ളവൻ ആരാണടാ? കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ അധികാരമുണ്ടോ? കർണാടക മുഖ്യമന്ത്രിയായ സിദ്ധരാമയ്യയ്ക്ക് അധികാരമുണ്ടോ? ആർക്കാണടാ അധികാരമുള്ളത്? ആരാണടാ അധികാരത്തിന്റെ പേരിൽ ശബ്ദിക്കാൻ പോകുന്നത്? അല്ലാഹു വിളിച്ചു ചോദിക്കുന്നു ലിമനിൽ മുൽക്കുൽ ഇന്ന് അധികാരമുള്ളവൻ ആരാണടാ? ഇന്ന് അധികാരമുള്ളവൻ ആരാണ്?